ഗസൽ പാടുന്ന 2 മിടുക്കി കുട്ടികൾ നമ്മളിലേക്ക് വരികയാണ്. മക്കള് വാ. തിരുവനന്തപുരംകാരെ വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കണം കേട്ടോ. മക്കള് വാ എന്നാ വിളിക്കാം, മക്കളെന്നാ വിളിക്കാം. മക്കള് ഞാൻ സ്ലാങ് ഇന്നലെ കുറച്ചേ ഒന്ന് ശ്രമിച്ചു നോക്കാൻ ശ്രമം നടത്തി പറയാൻ വേണ്ടി, പക്ഷെ നടന്നില്ല. ഏത് സ്കൂളാ? ആലപ്പുഴ മുഹമ്മദൻസ് ബോയ്സ്. SNHSS നോർത്ത് പറവൂർ. SNHSS നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ. ഓക്കെ, എറണാകുളം. എറണാകുളം. ശരി. അപ്പോ ആരാദ്യം പാടുക? പഠിക്കും. दिले नादार तुझे हुआ क्या है, दिले नादार तुझे हुआ क्या है, आखिर इस दर्द की दवा क्या है, दिल नादार तुझे हुआ. താങ്ക് യു. പാടാമോ? പെട്ടെന്നിനടുത്തത്. कथा कुसूर ना दिल का कुसूर था, आया जो मेरे सामने मेरा वो रोर था, कथा കുസൂരനാ. സെലക്ട് ചെയ്തിരുന്നോ? പഠിപ്പിക്കുന്നൊക്കെ ആരാ? ആലപ്പുഴയിൽ തന്നെ ഒരു സാറാണ്, ബിനോയ് സാർ എന്ന് പറയും. ഇദ്ദേഹത്തിനോ? കേൾക്കും. തന്നെത്താനെയാണ് പഠനം? പിന്നെ ഹാർമോണിയം ഞാൻ വായിച്ചു തന്നെ പാടിയത്. ഓ അത് ശരി. മത്സരം കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട് റിസൾട്ട്? എ ഗ്രേഡ് ഉണ്ട്. രണ്ടാൾക്ക് എ ഗ്രേഡ് ഉണ്ട്. അദ്ദേഹം സ്വയം യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം വരെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മിടുക്കി കുട്ടിയാണ് കേട്ടോ ഇദ്ദേഹവും. രണ്ടാളും നമ്മൾ തമ്മിലുള്ള കരാർ ഒരു പാട്ട് ഒരുമിച്ച്. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ, താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താങ്ക് യു. ഒരുപാട് നന്ദി അല്ലേ. ഈ കുട്ടികളോടൊക്കെ നമ്മള് നോക്കും, 2 ജില്ലകളിൽ നിന്ന്, കൊല്ലത്തുള്ള ആളും എറണാകുളത്തുള്ള ആളോട് നമ്മൾ ചോദിക്കണമെന്ന് ഒരുമിച്ച് പാടുവോ? ആലപ്പുഴ. ഓക്കെ, ജില്ല മാറിപ്പോയി അല്ലേ. അപ്പൊ പാട്ട് സെലക്ട് ചെയ്യാണ്. ഇത് കേട്ടതില് സത്യം പറഞ്ഞാൽ സന്തോഷം. ഒരു അടിപൊളി പാട്ട് വേണമെന്ന് അക്ഷയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കുട്ടികൾ പഴയ പാട്ടുകൾ എത്ര സ്നേഹത്തോടെയാണ് പാടുന്നത് എന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു മാറിപ്പോയെന്നും പറയാം, ഒന്നും മാറിയിട്ടൊന്നുമില്ല അല്ലേ. നമ്മുടെ പഴയതിനെയും ഭൂതകാലത്തെയും ഒക്കെ തലയിലേറ്റിക്കൊണ്ടാണ് 2K കിഡ്സും കടന്നു പോകുന്നത്.